പോളിയോമൈലൈറ്റിസ് എന്ന ഈ രോഗം പാരാലിസിസ് ഉണ്ടാക്കി കുട്ടികളുടെ ജീവിതം തകർക്കാൻ ശേഷിയുള്ളതാണ് എന്ന് നമുക്കറിയാം. 2014 മാർച്ച് 27 ലോകാരോഗ്യ സംഘടനയുടെ തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയെ, അതായത് നമ്മൾ ഉൾപ്പെടുന്ന ഈ പ്രദേശത്തെ വൈൽഡ് പോളിയോ വൈറസ് മുക്തമായി പ്രഖ്യാപിച്ചത് നമ്മളുടെ എല്ലാം കൂട്ടായ വിജയമാണ്. ഇതോടെ സ്വാഭാവികമായും ഒരു ചിന്ത നമ്മളുടെ മനസ്സിൽ വരും. ഇന്ത്യയും ഈ മേഖലയും പോളിയോ മുക്തമായി പ്രഖ്യാപിച്ചല്ലോ, പിന്നെ എന്തിനാണ് ഇനിയും പോളിയോ വാക്സിനേഷൻ നൽകുന്നത്? പോളിയോ വാക്സിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. പോളിയോ വാക്സിൻ നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ പരിശീലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വൈറസിനെ തിരിച്ചറിയുന്നു. ദുർബലമാക്കിയതോ ഇനാക്ടിവേറ്റഡോ ആയ പോളിയോ വൈറസിൻ്റെ അംശമാണ് വാക്സിൻ വഴി ശരീരത്തിൽ എത്തുന്നത്. ഈ അംശത്തെ ശരീരം ഒരു യഥാർത്ഥ ശത്രുവായി കണക്കാക്കി അതിനെതിരെ പോരാടാൻ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പിന്നീട് എപ്പോഴെങ്കിലും വൈൽഡ് പോളിയോ വൈറസ് നമ്മളുടെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഈ ആൻറ്റിബോഡികൾ വൈറസിനെ ഉടൻ തന്നെ നശിപ്പിക്കുകയും വൈറസ് നാഡീവ്യൂഹത്തിലെത്തി പാരാലിസിസ് ഉണ്ടാക്കുന്നതിൽ നിന്ന് തടയുകയും ചെയ്യുന്നു. വാക്സിനേഷൻ തുടരേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. ഇന്ത്യ പോളിയോ മുക്തമായിട്ടും നമ്മൾ വാക്സിനേഷൻ തുടരുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. പോളിയോ വൈറസ് ലോകത്തു നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിട്ടില്ല. നമ്മളുടെ അയൽ രാജ്യങ്ങളിൽ ഇപ്പോഴും പോളിയോ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യാത്രാമാർഗങ്ങളിലൂടെ ഈ വൈറസിന് ഏത് നിമിഷവും നമ്മളുടെ രാജ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഒരു കുട്ടിക്ക് വാക്സിൻ നൽകുമ്പോൾ അത് ആ കുട്ടിയെ മാത്രമല്ല സംരക്ഷിക്കുന്നത്. സമൂഹത്തിലെ ഭൂരിഭാഗം കുട്ടികൾക്കും പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ വൈറസിന് പടരാൻ കഴിയുകയില്ല. വാക്സിൻ എടുക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് പോലും ഇത് ഒരു സംരക്ഷണം നൽകുന്നു. ഈ സുരക്ഷാ വലയം നിലനിർത്താനാണ് എല്ലാവർക്കും തുള്ളിമരുന്ന് നൽകുന്നത്. വാക്സിൻ ഡിറൈവ്ഡ് പോളിയോ വൈറസ് പോലുള്ള അപൂർവ സാധ്യതകൾ തടയാനും വാക്സിനേഷൻ നിരക്ക് ഉയർന്ന നിലയിൽ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. പോളിയോയ്ക്ക് ചികിത്സയില്ല. സ്ഥിരമായ പക്ഷാഘാതം എന്ന ദുരന്തം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം പ്രതിരോധം മാത്രമാണ്. നമ്മുടെ കുട്ടികൾക്ക് സുരക്ഷിതമായിരിക്കാനും ഈ ചരിത്രപരമായ നേട്ടം നിലനിർത്താനും പോളിയോയെ ലോകത്തു നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കുന്നതുവരെയും കൃത്യമായ പോളിയോ വാക്സിനേഷൻ നൽകേണ്ടത് നമ്മുടെ എല്ലാം കടമയാണ്.